ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സ്. നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകണക്ക് തന്നെ കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുകയും ചെയ്യണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവാലുവേറ്റ് സൈൻ 60 ഡിഗ്രി, കോസ് 30 ഡിഗ്രി, സൈൻ 30 ഡിഗ്രി, കോസ് 60 ഡിഗ്രി, ഇതാണ് നമുക്ക് വാല്യൂ കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇതെങ്ങനെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, സൈൻ കോസ് ടാൻ അതിന്റെ ആംഗിൾസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് എളുപ്പ വഴി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സൈൻ 60 ഡിഗ്രി നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി അല്ലെ, പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. ഇത് നമുക്ക് വാല്യൂ ഇട്ട് സൈൻ 60 ഡിഗ്രി നോക്കിക്കേ. സൈൻ 60 ഡിഗ്രി എന്താണ്? √3/2 അല്ലെ. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 നമ്മള് അത് എഴുതി. ഇൻറ്റു കോസ് 30. കോസ് 30യുടെ വാല്യൂ എത്രയാണ്? √3/2 അല്ലെ, അതും എഴുതുക. കോസ് 30/2 പ്ലസ് സൈൻ 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു കോസ് 60 ഡിഗ്രി. കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ എന്തുവാ? 1/2. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. √3 ഇൻറ്റു √3. √3 ഇൻറ്റു √3 നമുക്കറിയാം 3 ആണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 എന്താണ്? 4 പ്ലസ് 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലേ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമിനേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്താണ്? 4. 4 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു എന്താണ്? 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ എന്താണ് കിട്ടിയിരിക്കുന്നത്? 1. അപ്പൊ ഇതാണ് സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഫോളോ ചെയ്ത് കാണുമല്ലോ. വേറൊന്നുമില്ല, നമ്മളെ ടേബിള് നന്നായിട്ട് ബൈഹാർട്ടായി വെക്കണം. അത് ചെയ്യാനുള്ള എളുപ്പ വഴിയൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും എക്സാമിന്. നമ്മുടെ വീഡിയോ നമ്മുടെ ഈ കണക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മുടെ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം കേട്ടോ. താങ്ക് യു.